ഹായ് ഫ്രണ്ട്സ്, ടേപ്പ് വ്ലോഗ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ രണ്ട് മോഡൽ പ്രണയമുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കും എന്താണ് രണ്ട് മോഡൽ, ഇവർ എന്താണ് ഈ പറയുന്നത്? ഫേക്ക് പ്രണയവും റിയൽ ആയിട്ടുള്ള പ്രണയം, ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യമേ ഫേക്ക് പ്രണയത്തെക്കുറിച്ച് പറയും. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ടൈം പാസ് ആണ്. കിട്ടിയാൽ കിട്ടി, ഇല്ല ഊട്ടി, അല്ലെ ചട്ടി, അങ്ങനെയുള്ള രീതിയിലാണ്. അവർക്ക് വേറെ റിലേഷൻ കാണും. ഇപ്പോൾ അവർക്ക് എത്ര റിലേഷൻ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അവർക്ക് ഒരു റിലേഷൻ കാണും വേറെ, അല്ലെങ്കിൽ അവർ ടൈം പാസ്. ഒരു ലൈൻ ഇരിക്കട്ടെ, നമുക്കത് കഴിയുമ്പം അവർ വലിയ കാര്യമായിട്ട് അങ്ങ് പോയേക്കാം, വിട്ടേക്കാം, ആ ഒരു രീതിയിൽ. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും അതേക്കുറിച്ച് എന്തെങ്കിലും നേടാനുണ്ടായിരിക്കും, ഇവരുടെ ഇന്ന് എന്തെങ്കിലും നേടാനുണ്ടായിരിക്കും. അതേക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, ശരിയല്ല. അപ്പം റിയൽ ആയിട്ടുള്ള പ്രണയം എന്ന് വെച്ചാൽ അത് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും എതിർത്താലും അവർ കല്യാണം കഴിക്കും. അവർ കല്യാണം കഴിക്കുന്നു പറഞ്ഞാൽ അവർ കല്യാണം കഴിക്കും. അതാണ് റിയൽ ആയിട്ടുള്ള പ്രണയം. എല്ലാം വെച്ചാൽ സ്നേഹിച്ച കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റിയല്ല, അല്ലെങ്കിൽ അത് സ്നേഹിക്കാൻ പോകരുത്, ശരിയല്ലേ? ഫേക്ക് ആയിട്ടുള്ള പ്രണയമാണ് പോയാൽ പോയി, ഇല്ല ചട്ടി, അല്ലെങ്കിൽ അവൻ അവളെ പോട്ടെ, അല്ലെങ്കിൽ വിളിച്ചില്ലല്ലോ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ജെന്യുവൻ ആയിട്ടുള്ള പ്രണയമാണെങ്കിൽ അയ്യോ അവൾ എവിടെയാ, അല്ല അവൻ എവിടെയാ, അവരെന്താ വിളിക്കാത്ത, എന്നെ എടുക്കുക, നമുക്കിങ്ങനെ മനസ്സിലിങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കും. നമുക്ക് ചിലപ്പം അവരൊന്ന് വിളിച്ചില്ലെങ്കിൽ, അല്ല അവരെവിടെയാണെങ്കിൽ നമുക്ക് എപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. അവരെന്താ വിളിക്കാത്തത്, എന്നായി, നമുക്കൊന്ന് വിളിച്ച് നോക്കാം. ചിലപ്പം പെൺകുട്ടികളാണെങ്കിൽ അവരുടെ വീട്ടിൽ മാതാപിതാക്കന്മാരുണ്ട്, അവർക്ക് വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ വാട്സപ്പൊക്കെ ഉണ്ട്, ചാറ്റ് ചെയ്യും. ചിലപ്പം മാതാപിതാക്കന്മാരെ കണ്ടുപിടിച്ചെങ്കിൽ അവർക്ക് ആ ഫോണൊക്കെ എടുത്ത് മാറ്റി അവർക്ക് വിളിക്കാനുള്ള പറ്റത്തില്ല. പിന്നെ കോളേജിലോ അല്ലെങ്കിൽ ഓഫീസിലോ എവിടെയെങ്കിലും വെച്ചായിരിക്കും അവർ കാണുക. അപ്പം അങ്ങനെയുള്ള ഇതിലാകുമ്പം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അയ്യോ അവർ വിളിച്ചില്ല, ബുദ്ധിമുട്ടല്ല, അവർക്ക് ഭയങ്കര മനസ്സിൽ ഭയങ്കര നിരാശ ഉണ്ടാവും, അല്ലെങ്കിൽ ടെൻഷനാണ്, ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും അവർ. അയ്യോ വിളിച്ചില്ലല്ലോ. അതാണ് റിയൽ ആയിട്ടുള്ള. അവരൊരിക്കലും നമ്മളെ വിട്ടിട്ട് പോകത്തില്ല, അത് ഉറപ്പാണ്. അങ്ങനെയുള്ളവർ നമ്മളെ വിട്ടിട്ട് ഒരിക്കലും അവർ കല്യാണം കഴിച്ച് വേണ്ടി തന്നെയുള്ള. മറ്റേ പ്രണയം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ചൈനീസ് മൊബൈൽ പോലെ പോയാൽ പോയി. ചൈനീസ് മൊബൈൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ചൈനയുടെ മൊബൈൽ മാത്രമല്ല, ചൈനയുടെ ഏത് വസ്തുക്കളെടുത്താലും ഗ്യാരണ്ടി ഇല്ല. അത് ഇന്നല്ല നാളെ അത് പോകും. അപ്പം ആ വഴിക്ക് അത് അങ്ങനെയുള്ളൂ. പിന്നെ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പം ടൈം പാസിനാകുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരാൾ പോയാൽ ഒരാൾക്ക് വിഷമം, അങ്ങനെ ഉണ്ടാകും. ടൈം പാസ് ഉള്ള പ്രണയങ്ങളാണോ, അതേക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ടൈം പാസ് ഉള്ള പ്രണയങ്ങൾ എന്ന് വെച്ചാൽ ഫേക്ക് ആയിട്ടുള്ള പ്രണയങ്ങൾ. ഒരാൾ പോയാൽ ഒരാൾക്ക് വിഷമം ഉണ്ടാകത്തില്ല, പോയാൽ പോയി, നമുക്ക് അടുത്തയാളെ നോക്കാമല്ലോ, അങ്ങനെയുള്ള ഒരു ധാരണയിലേക്ക് അവരെത്തും. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മറ്റേന്ന് പറയുമ്പം അവർക്ക് എങ്ങനെയായാലും ഒരാളിപ്പോൾ വിട്ടുപോയെന്നുള്ളത്, റിയൽ ആയിട്ടുള്ള ഒരാൾ വേറെ ആളെ സ്നേഹിച്ചിട്ടോ അവർ തേച്ചിട്ടോ അല്ലെങ്കിൽ അവർ വേറെ കല്യാണം അവർക്ക് പറ്റത്തില്ല. അവർക്ക് എങ്ങനെയായാലും അത് റിയൽ ആയിട്ടുള്ള അവർ അങ്ങനെ ഒരിക്കലും പറ്റില്ല. അവർ എങ്ങനെ പോയാലും ഒരു കല്യാണം കഴിക്കും. അതാണ് റിയൽ ആയിട്ടുള്ള പ്രണയം. അവർ മനസ്സിൽ ഇപ്പോൾ ഒരാൾ വിളിച്ചില്ലെങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കും. ഞാൻ ആ മാനസികാവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയ ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇതുപോലെ പ്രണയത്തിലുണ്ടോ, പ്രണയിച്ച് തേപ്പ് കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുക. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.